നിങ്ങൾക്ക് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ സ്മോക്ക് ചെയ്യുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സ്ട്രെസ്സുള്ള സിറ്റുവേഷൻസിലാണോ, സോഷ്യൽ സിറ്റുവേഷൻസിലാണോ, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഹാബിറ്റാണോ, ഏത് രീതിയിലുള്ള സ്മോക്കിംഗ് ആണ് നമുക്കുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത്, സ്മോക്ക് ചെയ്യണം എന്ന് തോന്നുന്ന ക്രേവിംഗ് വരുന്ന സമയത്ത് ആ ക്രേവിംഗ് ഡിലേ ചെയ്യാൻ ശ്രമിക്കുക. 5 തൊട്ട് 10 മിനിറ്റ് വരെ സിഗരറ്റ് വാങ്ങിക്കാനോ വലിക്കാനോ ഇരിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മിക്കപ്പോഴും ആ ക്രേവിംഗ് മാറിപ്പോകാനും സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട്, ഡിസ്ട്രാക്ട് ചെയ്യുക. ആ ക്രേവിംഗ് വരുന്ന സമയത്ത് വായിൽ പുളിയുള്ള സാധനങ്ങളോ, ജീരകം ചവയ്ക്കുകയോ, ച്യൂയിംഗം ഉപയോഗിക്കുകയോ, വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യുക. ഡിസ്ട്രാക്ട് ചെയ്യുക. സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിലാണ് സ്മോക്കിംഗ് ചെയ്യുന്നതെങ്കിൽ സ്ട്രെസ് റിഡക്ഷനുള്ള മറ്റ് ടെക്നിക്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസസ്, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക. എക്സസൈസസ്, യോഗ ട്രെയിനിങ് ഒക്കെ നമുക്കൊരു പരിധി വരെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്മോക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഇപ്പോൾ കുറേ സ്മോക്കിംഗ് സീസേഷൻ ആപ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ട്, അത് ഉപയോഗിക്കാം. അതേപോലെ ഓരോ തവണയും സിഗരറ്റ് വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന പൈസ സേവ് ചെയ്യുന്നത് ഒരു ട്രാക്ക് വെക്കാം, അതൊരു മോട്ടിവേഷനാണ്. അതേപോലെ സോഷ്യൽ സിറ്റുവേഷൻസിലും ഫാമിലി മെമ്പേഴ്സിനോടും സ്മോക്കിംഗ് നിങ്ങൾ ക്വിറ്റ് ചെയ്യുവാണ്, ക്വിറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ്, ക്വിറ്റ് ചെയ്തു എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ആ സപ്പോർട്ട് സിസ്റ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് സ്മോക്കിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്ത് തുടങ്ങുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക.